ശിവ പുറത്തേക്ക് പോയതും മിത്ര പെട്ടെന്ന് സോഫയിൽ നിന്ന് എഴുന്നേറ്റ് ടീഷർട്ട് വലിച്ച് നേരെയിട്ടു. അവൾ തലമുടിയിൽ തൊട്ടുനോക്കി. അതെല്ലാം ആകെ അലങ്കോലായി കിടക്കുകയാണ്. അവൾ കൈകൊണ്ട് വെറുതെ അവയൊന്ന് ഒതുക്കിവെച്ച് വേഗം പുറത്തേക്ക് നടന്നു. പുറത്തു ചെന്ന് കണ്ട കാഴ്ചയിൽ മിത്ര വാ തുറന്ന് നിന്നുപോയി. അവളുടെ നൃത്തം കണ്ട് ശിവയ്ക്ക് ചിരി വന്നുപോയി. അവൻ അടുത്തു നിൽക്കുന്നതൊന്നും അറിയാതെ അവൾ പുറത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ശിവ അവളുടെ ഇടുപ്പിലൊന്ന് അമർത്തി പിച്ചുവിട്ടു. ഹൂ! അവൾ വേദനയെടുത്ത് അവിടെ നിന്ന് തന്നെ തുള്ളിപ്പോയി. അവളുടെ ശബ്ദം കേട്ട് പുറത്ത് ലോറിയിൽ നിന്നും സാധനങ്ങൾ ഇറക്കുകയായിരുന്ന ശിവയുടെ കൂട്ടുകാർ അവളെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അത് കണ്ട് ശിവ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അവൾ ശിവയെ തിരിച്ചും ഒന്ന് കൂർപ്പിച്ചു നോക്കി. അവന്മാരെ നോക്കി ഇളിച്ചു കൊടുത്തു. തിരികെ ഒരു പുഞ്ചിരി പോലും മടക്കി നൽകാതെ അവർ വീണ്ടും അവരുടെ ജോലിയിലേക്ക് കടന്നു. അത് കണ്ട് മിത്രയുടെ മുഖം വാടിപ്പോയി. ശിവ രാവിലെ പറഞ്ഞതനുസരിച്ച് സാധനങ്ങൾ കൊണ്ട് വന്നതായിരുന്നു അവർ. ഡാ, ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരുമ്പോൾ അടുക്കളയിൽ ഇതൊക്കെ വാങ്ങി വെക്കണം എന്നുള്ള ബോധമൊന്നുമില്ല നിനക്ക്? അജു അവനെ നോക്കി കളിയാക്കി. ശിവ അവനെ ദേഷ്യത്തോടെ നോക്കി. അതിന് ഇവളെ ഇവിടെ മഹാറാണിയായി വാഴിക്കാനൊന്നല്ലല്ലോ ഞാൻ കെട്ടിക്കൊണ്ടുവന്നത്. അപ്പോൾ ഇവൾ വന്നിട്ട് ഇവളെയും കൂട്ടിപ്പോയി വാങ്ങിക്കാമെന്ന് ഓർത്തു. അതുകൊണ്ട് ആദ്യമൊന്നും വാങ്ങിക്കാതിരുന്നത്. അല്ലേലും അടുക്കളയിൽ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് പെണ്ണുങ്ങൾക്കല്ല അറിയൂ. അവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. അവൾ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അത് കണ്ട് അവൻ മുഖം തിരിച്ചു കളഞ്ഞു. ഗേറ്റ് കടന്നു വരുന്ന ബൈക്കിലേക്ക് മിത്ര വിടർന്ന കണ്ണോടെ നോക്കി. ബൈക്ക് നിർത്തി അതിൽ നിന്നും വിച്ചു ഇറങ്ങി. അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവളും അവനെ നോക്കി തിരികെ ഒരു പുഞ്ചിരി മടക്കി നൽകി. അല്ല, ഒന്നും ഇറക്കി വെക്കാൻ തുടങ്ങിയില്ലേടാ? വിച്ചു വിശ്വയോട് ചോദിച്ചു. ദാ ഇപ്പോൾ ഇങ്ങോട്ട് എത്തിയുള്ളടാ അതിന്. അല്ല, ഭദ്ര എവിടെ? വിശ്വ സംശയത്തോടെ ചോദിച്ചു. വിച്ചുവിൻ്റെയും ശിവയുടെയും നോട്ടം മിത്രയിലെത്തി. അവൾ ആകാംക്ഷയോടെ അവനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഭദ്ര അവൾക്ക് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞടാ. ഞാൻ വീട്ടിലാക്കിയിട്ട് അങ്ങോട്ട് പോകുന്നത്. വിച്ചു മിത്രയെ നോക്കിയാണത് പറഞ്ഞത്. മിത്രയുടെ കണ്ണ് നിറഞ്ഞു. അവൾ നിറഞ്ഞ കണ്ണോടെ വിച്ചുവിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അത് കണ്ട് അവന് സങ്കടമാണ് തോന്നിയത്. ഭദ്ര, അവളുണ്ടായിരുന്നോ സാധനങ്ങൾ വാങ്ങിക്കാൻ നിങ്ങളുടെ കൂടെ? മിത്ര പതിഞ്ഞുപോയ ശബ്ദത്തിൽ വിച്ചുവിനോട് ചോദിച്ചു. അവൻ മൂളിയതേ ഉള്ളൂ. അവൾക്ക് വേദന തോന്നി. എന്നെ ഒന്ന് വന്ന് കാണാൻ തോന്നിയില്ലല്ലോ വിഷ്ണുവേട്ട അവൾക്ക്? മിത്രയുടെ മുഖം താഴ്ന്നു. ഡി! അവളുടെ കണ്ണ് നിറഞ്ഞത് കണ്ടതും ശിവ അവളെ ദേഷ്യത്തോടെ വിളിച്ചു. അവൾ പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. അവൻ്റെ പല്ലുകൾ ദേഷ്യത്താൽ മുറുകിയിരുന്നു. അവൾ പെട്ടെന്ന് കണ്ണുകൾ അമർത്തി തുടച്ചു. വന്ന കണ്ണുനീർ എങ്ങോട്ട് പോയെന്ന് പോലും മിത്രയ്ക്ക് മനസ്സിലായില്ല. ഇവിടെ ഇത്രയും പേർ വന്നത് നീ കണ്ടില്ലേ? പോയി ചായ ഉണ്ടാക്കുക എല്ലാവർക്കും, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. അവൾ അവനെ നോക്കി. എന്താടി? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. അവൾ ഒന്നുമില്ലെന്ന് ചുമലനക്കി. ഇങ്ങേരുടെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? ഈ നട്ടുച്ചയ്ക്കല്ലേ ചായ? അവൾ ചിന്തിച്ചുകൊണ്ട് അവനെ ഒന്നുകൂടി നോക്കി അകത്തേക്ക് നടന്നു. മിത്രേ! പെട്ടെന്ന് പുറകിൽ നിന്നും കാശി അവളെ വിളിച്ചു. അവൾ എന്താ എന്ന പോലെ അവനെ നോക്കി. അവൻ വണ്ടിയിൽ നിന്ന് ഇറക്കിയ സാധനങ്ങളിൽ നിന്നും പാൽ പാക്കറ്റും ഗ്ലാസുകളും എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. അവൾ അവനെ നോക്കി മനോഹരമായൊന്ന് പുഞ്ചിരിച്ചു. പക്ഷേ അവൻ അത് ശ്രദ്ധിക്കാതെ പുറത്തേക്ക് തന്നെ പോയി. അവൾ തല താഴ്ത്തി അടുക്കളയിലേക്ക് നടന്നു. എല്ലാവരുടെയും അവഗണന കണ്ട് അവൾക്ക് സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. എന്തിനാ എല്ലാവരും എന്നോടിങ്ങനെ? ദത്തേട്ടനോട് ഞാൻ വഴക്കിട്ടതിന് ഇവരൊക്കെ എന്തിനാ എന്നോട് പിണങ്ങുന്നത്? എന്നെ ചേർത്ത് പിടിച്ച് ഞാൻ അവരുടെ സ്വന്തം പെങ്ങളാണെന്ന് എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാണ് കാശിയേട്ടൻ. എന്നിട്ടിപ്പോൾ എന്നോടൊന്ന് ചിരിക്കുക കൂടി ചെയ്തില്ലല്ലോ. എല്ലാം എൻ്റെ തെറ്റാ. അവൾ സ്വയം സമാധാനിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. ശിവ, വിശ്വ, അർജുൻ, കാശി, അഖിൽ എന്നിവരടങ്ങുന്നതാണ് അവരുടെ ഗ്യാങ്. അതിൻ്റെ തലവൻ ശിവ തന്നെയാണ്. അതിനേക്കാൾ ഉപരി ഇവരെല്ലാം അത്രയും ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾ കൂടിയാണ്. ചായ ഗ്ലാസ്സിലേക്ക് പകരുന്ന സമയത്തായിരുന്നു ശിവയും വിച്ചുവും ഫ്രിഡ്ജും താങ്ങിക്കൊണ്ട് അടുക്കളയിലേക്ക് വന്നത്. മിത്ര തിരിഞ്ഞു നോക്കി. രണ്ടാളും ചേർന്ന് പതിയെ ഫ്രിഡ്ജ് അവിടെ വെച്ച് കൈ മുകളിലേക്ക് ഉയർത്തി വിരൽ പൊട്ടിച്ചു. മിത്രയ്ക്ക് ചിരി പൊട്ടി. അടക്കി നിർത്താൻ നോക്കിയിട്ടും ആ ശബ്ദം ശിവ കേട്ടിരുന്നു. എന്താടി? അവൻ കലിപ്പോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. വിച്ചുവും അവളെ എന്താ എന്ന പോലെ നോക്കുന്നുണ്ട്. ചോദിച്ചത് കേട്ടില്ലേ? അവൻ കലിയോടെ ചോദിച്ചു. അല്ല ദത്തേ, സോറി ശിവേട്ട, നിങ്ങൾ വലിയ ഗുണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ഫ്രിഡ്ജ് പോലും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ലേ? ഇത്തവണ അവൾ ശരിക്കും ചിരിച്ചുപോയി. അവളുടെ ചിരി കണ്ട് വിച്ചുവിനും ചിരി വരുന്നുണ്ടായിരുന്നു. അവൻ അത് അടക്കി നിർത്തി മിത്രയെ നോക്കി ശിവയെ നോക്കാൻ കണ്ണുകൊണ്ട് പറഞ്ഞു. മിത്ര ചിരിയോടെ ശിവയെ നോക്കി. അവൻ കലിയോടെ അവളെ നോക്കി നിൽക്കുന്നത് അവൾ അപ്പോഴാണ് കണ്ടത്. അവൾ ചിരി നിർത്തി അവനെ നോക്കി ഇളിച്ചു കൊടുത്തു. മാറടാ അങ്ങോട്ട്, ഇതൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ഞാനത് നിന്നോട് പറഞ്ഞതല്ലേടാ പന്നി. അവൻ പല്ല് കടിച്ചുകൊണ്ട് വിച്ചുവിനെ നോക്കി പുറത്തേക്ക് നടന്നു. വിച്ചു മിത്രയെ കൂർപ്പിച്ചു നോക്കി. അവൾ അവനെ നോക്കി കണ്ണ് ചെമ്മി. വെറുതെ അവനെ ദേഷ്യം പിടിപ്പിച്ച് അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങി കൂട്ടണ്ടാട്ടോ നീ, അവൻ ചിരിയോടെ പറഞ്ഞപ്പോൾ അവൾ ഇല്ലെന്ന് തലകുലുക്കി.
അവൻ അവളോട് വാത്സല്യം തോന്നിപ്പോയി. അവൾ ചായ എടുത്ത് ഉമ്മറത്തേക്ക് നടന്നു. അപ്പുറത്തെ റൂമിലേക്ക് ഒരു അലമാര ഒറ്റയ്ക്ക് തോളിൽ വെച്ച് കൊണ്ടുപോകുന്ന ശിവയെ കണ്ട് അവൾക്ക് ചിരി വന്നു. എന്നോടുള്ള വാശിക്കാണ് ഈ മനുഷ്യൻ. അവൾ ചിരിയോടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ചായ വിശ്വയ്ക്കും കാശിക്കും അഖിലെന്ന അക്കുവിനും അജുവിനും വിച്ചുവിനും കൊടുത്തു. അവൾ അവരെയെല്ലാം നോക്കി പുഞ്ചിരിച്ചെങ്കിലും ആരും അവൾക്ക് തിരികെ ഒരു പുഞ്ചിരി നൽകിയില്ല. അവൾക്ക് സങ്കടം തോന്നിയെങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് അവൾ വിച്ചുവിനെ നോക്കി. അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി. അത് കണ്ട് അവൾ ഒന്ന് പുഞ്ചിരിച്ചു. ഞാൻ ഈ ചായ ദത്തേട്ടന് കൊടുത്തിട്ട് വരാം, അവൾ വിച്ചുവിനെ നോക്കി പറഞ്ഞു. അവൻ പുഞ്ചിരിയോടെ തലയാട്ടി. അവൾ അവൻ്റെ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള റൂമിലേക്ക് നടന്നു. ശിവ അവിടെ അലമാരയൊക്കെ നേരെ വെച്ച് അതിൽ പറ്റിയ പൊടി തട്ടുകയായിരുന്നു. അപ്പോൾ ശിവേട്ടാ, അവൾ ചിരിയോടെ വിളിച്ചു. അവൻ തിരിഞ്ഞു നിന്ന് അവളെ കൂർപ്പിച്ചു നോക്കി. എന്താടി, അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. ഈ അലമാര ഒറ്റയ്ക്ക് പൊക്കിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ലേ, ക്ഷീണല്ലേ ശിവേട്ടാ, ചായ കുടിച്ചോട്ടോ. അവൾ അവനെ കളിയാക്കുന്നത് പോലെ പറഞ്ഞുകൊണ്ട് ചായ അവന് നേരെ നീട്ടി. അവനത് വാങ്ങി ജനൽപ്പടിയിൽ വെച്ചതും അവൾ പുറത്തേക്ക് നടന്നു. പക്ഷേ അപ്പോഴേക്കും ശിവ അവളെ പിന്നിൽ നിന്നും പൊക്കിയെടുത്ത് അവന് നേരെ തിരിച്ചു നിർത്തി കഴിഞ്ഞിരുന്നു. പെട്ടെന്നുള്ള അവൻ്റെ നീക്കത്തിൽ അവൾ അവനെ മിഴിച്ചു നോക്കിപ്പോയി. എന്താ, അവൾ പതർച്ചയോടെ ചോദിച്ചു. ശിവ അവളുടെ രണ്ട് തോളിലുമായി കൈവച്ചു. അവൾ വിറച്ചുകൊണ്ട് അവനെ നോക്കി. പക്ഷേ അവൻ്റെ കണ്ണിൽ എന്തോ ഒരു കുസൃതി. ശിവയുടെ മുഖം അവളുടെ ചെവിക്കരികിലേക്ക് പോയി. അവൾ പെട്ടെന്ന് കണ്ണുകൾ ഇറുക്കി അടച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കാതിൻ തുമ്പിൽ ഒന്നമർന്നു. അവൾ വിറയലോടെ മൂളിപ്പോയി. ചെവിയിൽ തട്ടുന്ന അവൻ്റെ നിശ്വാസ ചൂട്. ഒറ്റയ്ക്കൊരു സാധനം പൊക്കിയെടുക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ലെന്ന് നിനക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനി ക്ഷീണത്തിൻ്റെ കാര്യം. അവൻ അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവൾ അവൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകാതെ അവനെ നോക്കി. എനിക്ക് ക്ഷീണം വരുമോ അതോ നീ ക്ഷീണിക്കുമെന്ന് ഇന്ന് രാത്രി ഞാൻ മോൾക്ക് മനസ്സിലാക്കി തരാം കേട്ടോ, അവൻ അവളെ വശ്യമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. മിത്ര അവനെ പകപ്പോടെ മിഴിച്ചു നോക്കി. അതോ ഇപ്പോൾ തന്നെ അറിയണോ മോൾക്ക് ഞാൻ ക്ഷീണിക്കുമെന്ന്, അവൻ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവളുടെ ഇടുപ്പിലൊന്ന് തലോടി. മിത്ര ഞെട്ടിപ്പോയി. പെട്ടെന്ന് അവനെ തള്ളി മാറ്റി അവൾ പുറത്തേക്ക് ഓടി. ശിവയ്ക്ക് ചിരി വന്നുപോയി. ഞാൻ എടുത്തോളാട്ടോ, അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. സാധനങ്ങളെല്ലാം അകത്ത് ഒതുക്കി വെച്ച ശേഷമാണ് എല്ലാവരും തിരികെ പോയത്. കൊണ്ടുവന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ വാഷിംഗ് മെഷീനും ഉണ്ടായിരുന്നു. എന്നാൽ ശിവ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് അത് ലോറിയിൽ നിന്നും ഇറക്കാൻ ആരെയും അനുവദിച്ചില്ല. അലക്കുകല്ലുണ്ടെന്ന്, വേണേൽ അലക്കട്ടെ എന്ന്. മിത്ര എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൾ അവനോട് തർക്കിക്കാൻ നിന്നില്ല. വിഷ്ണു ശിവയ്ക്കും മിത്രയ്ക്കും ഉച്ചയ്ക്കുള്ള ആഹാരവും കൂടി വാങ്ങിയാണ് വന്നിരുന്നത്. ഭക്ഷണം കഴിക്കുമ്പോഴും തന്നെ മാത്രം നോക്കിയിരിക്കുന്നവനെ അവൾ കൺകോണിലൂടെ കാണുന്നുണ്ടായിരുന്നു. അവളത് കാണാത്തതുപോലെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു തീർത്ത് പാത്രവുമായി പെട്ടെന്ന് അടുക്കളയിലേക്ക് വലിഞ്ഞു. അവൾക്ക് അവളുടെ മാറുകൾ വേദനിക്കുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു. ശിവ ഭക്ഷണം കഴിച്ച ശേഷം കൈ കഴുകി വാഷ് ബേസിൻ്റെ മുന്നിൽ നിന്നും മുണ്ടുകൊണ്ട് ചുണ്ടു തുടച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു അവൻ കഴിച്ചു വെച്ച പാത്രം എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് നടക്കുന്നവളെ. അവൻ അവളെ കുറച്ചു നേരം നോക്കി നിന്നു. അവളത് കണ്ടെങ്കിലും കാണാത്തതുപോലെ തന്നെ നിന്നു. അവൾ താൻ നോക്കുന്നത് കണ്ടിട്ടും മനഃപൂർവ്വം തന്നെ നോക്കാത്തതാണെന്ന് അവന് മനസ്സിലായി. അവൻ്റെ മുഖം വീർത്തു. അവൻ ദേഷ്യത്തോടെ അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിലെത്തി അവൻ മിത്രയൊന്ന് നോക്കി. അവൾ പാത്രം കഴുകി വെക്കുകയായിരുന്നു. അപ്പോൾ ശിവ കുറച്ചുനേരം വാതിൽപ്പടിയിൽ ചാരി നിന്ന് അവളുടെ പ്രവൃത്തികളെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. മിത്ര പാത്രങ്ങൾ കഴുകി വെച്ച് കൈ തുടച്ച് നേരെ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് തന്നെ തന്നെ ഗൗരവത്തോടെ നോക്കി നിൽക്കുന്ന ശിവയെയാണ്. മിത്ര പെട്ടെന്ന് തല താഴ്ത്തി നിന്നു. ശിവ ഗൗരവത്തോടെ അവൾക്ക് മുന്നിൽ വന്നു നിന്നു. മിത്ര തലയുയർത്തി അവനെ നോക്കിയതേയില്ല. ശിവ അവളുടെ മുഖം ഒരു വിരൽ കൊണ്ട് മുകളിലേക്ക് ഉയർത്തി. അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. അത് കണ്ട് അവൻ്റെ നെറ്റി ചുളിഞ്ഞു. നിനക്ക് എന്താ പറ്റിയത്, അവൻ അവളോട് സംശയത്തോടെ ചോദിച്ചു. ഒന്നുമില്ല, അവൾ അവനെ നോക്കാതെ പറഞ്ഞു. എൻ്റെ മുഖത്തേക്ക് നോക്ക് ശ്രീമിത്ര. ഇത്തവണ അവൻ്റെ ശബ്ദത്തിൽ ദേഷ്യം കലർന്നിരുന്നു. മിത്ര അവൻ്റെ മുഖത്തേക്ക് നോക്കി. പറയ് എന്താ, അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അവൾ അവനെ ഒന്ന് നോക്കി. അവൻ അവളുടെ മാറിൽ കൈ അമർത്തിയതുകൊണ്ട് തനിക്കിപ്പോൾ അവിടെ വേദനിക്കുകയാണെന്ന് അവനോട് പറയണമെന്ന് അവൾക്കുണ്ടായിരുന്നെങ്കിലും അവൾക്ക് എന്തോ മടി തോന്നി. അത് പിന്നെ ഭദ്രയെക്കുറിച്ച് ഓർത്തതാ, അവൾ നുണ പറഞ്ഞു. അവൻ വിശ്വാസം വരാത്തതുപോലെ അവളെ നോക്കി. അതുതന്നെയാണോ കാരണം, അവൻ വീണ്ടും ചോദിച്ചു. അവളൊന്ന് മൂളി. അവൻ അവളുടെ മുഖത്തു നിന്നും കൈയെടുത്തു മാറ്റി അകന്നു നിന്നു. അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി നിന്നു. അവൾ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നല്ലേ, എല്ലാം ഇല്ലാതാക്കിയത് നീ തന്നെയല്ലേ. അവളോട് എല്ലാം തുറന്നു പറഞ്ഞിരുന്ന നീ മറച്ചു വെച്ചത് 2 കാര്യങ്ങളാണ്.
അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ എന്താ എന്ന പോലെ നോക്കി. നീ എന്നെ പ്രണയിക്കാൻ തുടങ്ങിയ സമയത്ത് അത് നീ അവളോട് പറഞ്ഞില്ല. നിന്നിൽ നിന്ന് അവൾ സ്വയം മനസ്സിലാക്കിയതാണ് ആ കാര്യം. രണ്ടാമത്തെ കാര്യം, അവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. അവൾ ഞെട്ടലോടെ അവനെ നോക്കി. ആ കാര്യം കൊണ്ടല്ലേ അവൾ നിന്നിൽ നിന്നും എന്നേക്കുമായി അകന്നത്? അവൾ എന്നൊരു സുഹൃത്തിനെ ഓർത്തിരുന്നെങ്കിൽ ഏത് പ്രതിസന്ധിയിലും നീ അവളെ ഓർത്തേനെ ആദ്യം, അവൻ പുച്ഛത്തോടെ അവളോട് പറഞ്ഞു. അവൾക്ക് മറുപടിയില്ലായിരുന്നു. അവൾ തല താഴ്ത്തി നിന്നു. ഞാനൊന്ന് പുറത്തേക്ക് പോകുക. അവളുടെ മൗനം കണ്ടതും അവൻ ഗൗരവത്തോടെ പറഞ്ഞു. അവൾ മൂളി. വാതിലൊക്കെ അടച്ചു കുറ്റിയിട്. ആരെങ്കിലും വന്ന് വിളിച്ചാൽ വേഗം പോയി വാതിൽ തുറക്കാൻ നിൽക്കണ്ട. അവൻ അതേ ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. അവൾ വീണ്ടും മൂളി. ആ പിന്നെ അരി സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ വരുമ്പോഴേക്കും ഭക്ഷണം ഉണ്ടാക്കി വെക്ക്, രാത്രിയിലേക്ക്, മനസ്സിലായോ? അവൻ പറഞ്ഞുകൊണ്ട് അവളെ കൂർപ്പിച്ചു നോക്കി. ശരി, അവൾ അവനെ നോക്കി പറഞ്ഞു. അവൻ മൂളിക്കൊണ്ട് ബുള്ളറ്റിൻ്റെ അടുത്തേക്ക് നടന്നു. അതേ. അവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തതും മിത്ര അവനെ വിളിച്ചു. അവൻ എന്താ എന്ന പോലെ അവളെ നോക്കി. അത് പിന്നെ അവൾ അവനെ നോക്കി തപ്പിക്കളിച്ചു. അവൾക്ക് അവനോട് എന്തോ പറയാനുണ്ടായിരുന്നു. എന്തേലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു തുലക്കടി, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അവൾ ഞെട്ടി. അല്ല ശിവേട്ടൻ ഇന്നും രാത്രി കുടിച്ചിട്ടാണ് വരിക? അവൾ പേടിയോടെ അവനോട് ചോദിച്ചു. പക്ഷേ ആ ശബ്ദത്തിൽ നിറഞ്ഞു നിന്ന വേദന അവന് മനസ്സിലായിരുന്നു. ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ വരും, ഇതെൻ്റെ വീടാ, ഞാൻ എങ്ങനെ വന്ന നിനക്കെന്താ? അവൻ അവളെ നോക്കി പുച്ഛിച്ചു. അവളുടെ കണ്ണു നിറഞ്ഞു. അവൾ തല താഴ്ത്തി. ശിവ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ബുള്ളറ്റ് എടുത്തു. ബുള്ളറ്റിൻ്റെ ശബ്ദം അകന്നു പോകുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. അപ്പോഴും ഉള്ളിൽ വേദന നിറഞ്ഞു നിന്നു. ശിവ പുറത്തു പോയതിനു ശേഷം മിത്ര അടുക്കളയിൽ കയറി ഓരോ ജോലികൾ ചെയ്യാൻ തുടങ്ങി. ഗ്യാസ് ഓണാക്കി അവൾ അതിൽ തന്നെ ചോറുണ്ടാക്കി. ശിവയ്ക്ക് സാമ്പാർ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവൾ സന്തോഷത്തോടെ അവന് വേണ്ടി അതും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കി. ജോലിയെല്ലാം ചെയ്യുമ്പോഴും അവൾക്ക് അവളുടെ മാറിൽ അസഹ്യമായ വേദന തോന്നുന്നുണ്ടായിരുന്നു. അവൻ മനഃപൂർവ്വം തന്നെ വേദനിപ്പിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. അവൾ ചുമരിലേക്ക് ചാരി നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. രാത്രി 9 മണി കഴിഞ്ഞിട്ടാണ് ശിവ പിന്നീട് വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. അവൻ ബുള്ളറ്റ് നിർത്തി കോളിംഗ് ബെൽ അമർത്തി സിറ്റൗട്ടിലേക്ക് കയറി. കുറച്ചു നേരം കഴിഞ്ഞിട്ടും വാതിൽ തുറക്കുന്ന ശബ്ദമൊന്നും കേൾക്കാഞ്ഞതും അവൻ്റെ മുഖം ചുളിഞ്ഞു. അവൻ വാതിലിൽ തട്ടി. ശ്രീമിത്ര, എടി വാതിൽ തുറക്ക് ഡീ. ശിവയുടെ ഉയർന്ന ശബ്ദം കേട്ടതും ഹാളിലെ സോഫയിൽ കിടന്നുറങ്ങുകയായിരുന്ന മിത്ര പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അമ്മേ. അവൾ എഴുന്നേറ്റതും വേദന കൊണ്ട് അറിയാതെ മാറിൽ കൈ അമർത്തി പറഞ്ഞുപോയി. അവളുടെ കണ്ണുകളിൽ ആകെ ക്ഷീണം നിറഞ്ഞിരുന്നു. ശരീരം വേദനിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ പതിയെ വാതിലിനരികിലേക്ക് നടന്നു. വാതിൽ തുറന്നപ്പോൾ തന്നെ കണ്ടു ദേഷ്യത്തോടെ നിൽക്കുന്ന ശിവയെ. അത് കണ്ട് അവളുടെ മുഖം മങ്ങി. എന്താടി, എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കുന്നത് നിന്നെ? വേഗം വന്ന് വാതിൽ തുറന്നൂടെ നിനക്ക്? അവൻ അകത്തേക്ക് കയറി ദേഷ്യത്തോടെ ചോദിച്ചു. മിത്ര വാതിലടച്ച് അതിലേക്ക് തന്നെ ചാരി നിന്നു. ഞാൻ ഉറങ്ങിപ്പോയി. അവളുടെ ശബ്ദം പതിഞ്ഞിരുന്നു. ശിവ അവളെ ഒന്ന് നോക്കി. അത് കണ്ട് അവൾ തല താഴ്ത്തി. ശിവ ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് റൂമിലേക്ക് പോകാനായി തിരിഞ്ഞു. ശിവേട്ട, അവൾ പതിയെ വിളിച്ചു. ശിവയുടെ കാലുകൾ നിശ്ചലമായി. അവൻ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് മൂളി. ഇന്ന് കുടിച്ചിട്ടില്ലേ? അവൾ വിടർന്ന കണ്ണോടെ ചോദിച്ചു. ശിവ തിരിഞ്ഞു നിന്ന് അവളെ കൂർപ്പിച്ചു നോക്കി. അത് കണ്ട് അവളുടെ മുഖം വീർത്തു. ഇന്നലത്തെ പോലെ ആടിയാടിക്കൊണ്ടല്ലല്ലോ ഒന്ന് വന്നത്, അതുകൊണ്ട് ചോദിച്ചതാ, മിത്ര പറഞ്ഞുകൊണ്ട് തല താഴ്ത്തി. അവൻ്റെ ചുണ്ടിൻ്റെ കൂണിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞെങ്കിലും അവൻ അത് അവൾ കാണാതെ മറച്ചു പിടിച്ചു. ഇന്ന് വേണ്ടാന്ന് തോന്നി, അതുകൊണ്ട് കുടിച്ചില്ല, അല്ലാതെ നീ പറഞ്ഞതുകൊണ്ടൊന്നല്ല, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. അവൾ അവനെ നോക്കി സന്തോഷത്തോടെ മൂളി. അവൻ റൂമിലേക്ക് നടന്നു. അവൾ അടുക്കളയിലേക്ക് പോയി കഴിക്കാനുണ്ടാക്കിയതെല്ലാം ടേബിളിന്റെ മുകളിൽ എടുത്തു വെച്ച് അവനെ കാത്ത് ചെയറിലിരുന്നു. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടും ശിവ റൂമിൽ നിന്നും ഇറങ്ങി വന്നില്ല. മിത്രയ്ക്കാണെങ്കിൽ വേദന കൊണ്ടൊന്ന് ഉറങ്ങിക്കിട്ടിയാൽ മതിയെന്നായിട്ടുണ്ട്. വേദന കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിറയുന്ന കണ്ണുകളെ കൈകൊണ്ട് തുടച്ചു മാറ്റി അവൾ അവൻ്റെ റൂമിൻ്റെ വാതിൽക്കൽ പോയി നിന്നു. വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ പതിയെ അത് തള്ളി തുറന്നു. ബെഡിൽ കിടന്ന് ഫോണിൽ നോക്കുന്ന അവനെ കണ്ടപ്പോൾ അവൾക്ക് വേദന തോന്നി. കുറച്ചു നേരെങ്കിലും എന്നോടൊന്ന് സംസാരിച്ചൂടെ? അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങിയതും അതിനെ തടുത്തുകൊണ്ടവൾ അവനെ വിളിച്ചു. ശിവേട്ടാ. അവൻ മൂളിക്കൊണ്ട് ഫോണിൽ നിന്നും തലയുയർത്തി അവളെ നോക്കി. എന്താ? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. അത് ആഹാരം കഴിക്കണ്ടേ? എന്താ വരാത്തെ? ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അവൾ സന്തോഷത്തോടെ അവനോട് പറഞ്ഞു. എനിക്കെങ്ങും വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നത്, അവൻ ഭാവഭേദമില്ലാതെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. മിത്രയ്ക്ക് സങ്കടം തോന്നി. അവന് വേണ്ടി അത്രയും സന്തോഷത്തിൽ ഉണ്ടാക്കിയതായിരുന്നു അവളെല്ലാം. അവൻ വന്നിട്ട് ഒരുമിച്ച് കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവൾ ഒന്നും പറയാതെ തിരിഞ്ഞു നടന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ടേബിളിന് മുന്നിൽ അടച്ചു വെച്ച ചോറും കറികളും എല്ലാം അവൾ അടുക്കളയിൽ തന്നെ കൊണ്ടുവച്ചു.
അവൾക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ലായിരുന്നു. അത്രമേൽ മനസ്സിൽ സങ്കടം നിറയുന്നു. മിത്ര ടേബിളിൽ ഇരുന്ന ജഗ്ഗിൽ നിന്നും വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് നേരെ നോക്കിയത് റൂമിൽ നിന്നും പുറത്തേക്ക് വന്ന ശിവയെയാണ്. അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ജഗ്ഗ് ടേബിളിൽ തന്നെ വെച്ച് തല താഴ്ത്തി ഹാളിലേക്ക് നടന്നു. ശിവയുടെ അടുത്തുകൂടെ അവൾ മുന്നോട്ട് പോയതും പെട്ടെന്ന് അവളുടെ കയ്യിൽ അവൻ്റെ പിടി വീണു. മിത്ര ഒന്ന് ഞെട്ടിയെങ്കിലും അവൾ തല താഴ്ത്തിക്കൊണ്ട് അങ്ങനെ തന്നെ നിന്നു. നീ ഭക്ഷണം കഴിച്ചോ? അവൻ അവളുടെ കയ്യിൽ നിന്നും പിടിവിട്ടുകൊണ്ട് ചോദിച്ചു. അവൾ മൂളി. എൻ്റെ മുഖത്ത് നോക്കി പറയും മിത്ര. അവൻ്റെ ശബ്ദത്തിൽ പെട്ടെന്ന് ദേഷ്യം കലർന്നു. മിത്ര തിരിഞ്ഞു നിന്ന് അവനെ മുഖമുയർത്തി നോക്കി. അവളുടെ കണ്ണുകൾ കലങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. ഇനി പറയ്, നീ കഴിച്ചോ? അവൻ പതിയെ ചോദിച്ചു. കഴിച്ചു, അവൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. പെട്ടെന്ന് ശിവ അവളെ പിന്നിൽ നിന്ന് പുണർന്നു. മിത്ര വിറച്ചുപോയി. ദത്തേ, ശിവേട്ട. അവൾ വിറയാർന്ന ശബ്ദത്തിൽ അവനെ വിളിച്ചപ്പോഴേക്കും പുറകിൽ നിന്നും അവൻ്റെ മുഖം അവളുടെ വലം കഴുത്തിൽ അമർന്നിരുന്നു. വയറിലുള്ള അവൻ്റെ കൈ ഒന്നുകൂടി അവളിൽ മുറുകി. ശിവേട്ട, അവൾ വിറയലോടെ വിളിച്ചു. അവൻ്റെ മുഖം അവളുടെ കഴുത്തിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. മിത്രയുടെ കൈകൾ വയറിന് മുകളിലുള്ള അവൻ്റെ കൈക്ക് മുകളിൽ അമർന്നു. പറയ് മിത്ര, നീ കഴിച്ചോ? അവൻ പതിഞ്ഞ ശബ്ദത്തോടെ ചോദിച്ചു. മിത്ര കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് അവളുടെ പുറം ഒന്നുകൂടി അമർത്തി വെച്ചു. അവളുടെ കൈകൾ അവൻ്റെ കയ്യിൽ നിന്നും അയഞ്ഞു. പറയ്, കഴിച്ചോ? അവൻ ചോദിച്ചുകൊണ്ട് അവിടെ ഒന്ന് അമർത്തി ചുംബിച്ചു. മിത്ര കുറുകി. പറയ്. അവൻ അവളുടെ കഴുത്തിൽ വീണ്ടും ചുംബിച്ചതു. മിത്ര വിറയലോടെ കണ്ണുകൾ തുറന്നു. അവൻ്റെ കൈകൾ അവളുടെ മാറിൽ മൃദുവായി തലോടിക്കൊണ്ടിരുന്നു. അവളെ ഒട്ടും വേദനിപ്പിക്കാതെ, ഒരു തൂവൽ കൊണ്ട് തഴുകുന്നത് പോലെ. മിത്രയുടെ കണ്ണുകൾ അവൻ്റെ കൈയുടെ ചലനത്തിൽ തന്നെ തങ്ങി നിന്നു. അവനിപ്പോൾ മാറിൽ തലോടുന്നത് അറിയുന്നത് കൂടിയില്ല. പക്ഷേ അവൻ്റെ സ്വഭാവം എപ്പോൾ വേണമെങ്കിലും മാറുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അവൻ്റെ കൈകളെ തടയാൻ മനസ്സ് പലതവണ അവളോട് പറഞ്ഞെങ്കിലും അവൾക്ക് അങ്ങനെ ചെയ്യാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. അവൻ സ്നേഹത്തോടെയാണ് തന്നോടിപ്പോൾ പെരുമാറുന്നത്. അതുകൊണ്ട് അവനെ തടയരുതെന്ന് അവളുടെ തലച്ചോർ അവളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. മാത്രമല്ല, അവനെ എതിർത്താൽ അവന് പിന്നെ ദേഷ്യവും വാശിയും കൂടുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അപ്പോൾ അവിടെ ഇനിയും അമർത്തിയാലോ? അവൾക്ക് ഭയം തോന്നി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ കണ്ണിൽ നിന്നും ഒഴുകുന്ന കണ്ണുനീരിൽ നിന്നും ഒരു തുള്ളി അവളുടെ മാറിലൂടെ സഞ്ചരിക്കുന്ന അവൻ്റെ കയ്യിൽ പതിച്ചു. ശിവയുടെ കൈകൾ പെട്ടെന്ന് നിശ്ചലമായി. കഴിച്ചോ മിത്ര? ഞാൻ നിന്നോടാണ് ചോദിക്കുന്നത്. ഇത്തവണ ആ ശബ്ദത്തിൽ ദേഷ്യം കൂടുതൽ നിറഞ്ഞതുപോലെ. അവൾക്ക് പേടി തോന്നി. കഴിച്ചില്ല, അവൾ മറുപടി പറഞ്ഞു. അവൻ അവളിൽ നിന്ന് അകന്നു നിന്നു. അവൾ കണ്ണു തുടച്ച് അവന് നേരെ തിരിഞ്ഞു നിന്നു. ശിവ കൈകൾ കെട്ടി അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ മിത്ര പതർച്ചയോടെ അവനെ ഒന്ന് നോക്കി. നീ എന്താ ഇത്ര നേരമായിട്ടും കഴിക്കാതിരുന്നത്? അവൻ അവളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. മിത്ര സങ്കടത്തോടെ അവനെ നോക്കി. ശിവേട്ടൻ വന്നിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് കരുതി. അവളുടെ മുഖം താഴ്ന്നു. ഞാൻ കഴിച്ചെന്ന് നിന്നോട് പറഞ്ഞില്ലേ? എന്നിട്ട് നീ എന്താ എല്ലാം എടുത്തു വെച്ചത്? അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. എനിക്ക് വിശപ്പ് തോന്നിയില്ല, അതാ, അവൾ പതിഞ്ഞു പോയ സ്വരത്തിൽ പറഞ്ഞു. പോയി ആഹാരം എടുത്ത് കഴിക്കേ. അവനിൽ ഗൗരവം. എനിക്ക് വേണ്ടാത്തോണ്ടാ, അവൾ വിഷമത്തോടെ പറഞ്ഞു. ഞാൻ നിന്നോട് എടുത്ത് കഴിക്കാനാണ് പറഞ്ഞത്. പോയി കഴിക്കടി. അവൻ്റെ ശബ്ദമുയർന്നു. മിത്ര ഞെട്ടിപ്പോയി. അവൾ മൂളിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. ടേബിളിൽ ചോറും കറികളും കൊണ്ടുവന്ന് വെക്കുമ്പോൾ കണ്ടു കൈ കഴുകി ഒരു ചെയറിൽ വന്നിരിക്കുന്ന ശിവയെ. അത് കണ്ടതും അവളുടെ മുഖം വിടർന്നു. മിത്ര സന്തോഷത്തോടെ അവൻ്റെ പ്ലേറ്റിൽ ചോറും കറിയും എല്ലാം വിളമ്പിക്കൊടുത്തു. ശിവ അവളുടെ സന്തോഷം നിറഞ്ഞ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു പോയി. അവൾ വെപ്രാളത്തോടെ വീണ്ടും വീണ്ടും അവന് വിളമ്പിക്കൊണ്ടിരിക്കുന്നു. മതി, ശിവ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. മിത്ര അവൻ്റെ മുഖത്തേക്ക് നോക്കി. തന്നെ നോക്കിയിരിക്കുന്ന അവനെ കാണെ അവൾ പതർച്ചയോടെ അവനിൽ നിന്നും മുഖം മാറ്റി. അവൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. മിത്ര ചോറ് വാരി വായിൽ വെച്ചു. അവൾ അറിയാതെ എരിവ് വലിച്ചുപോയി. എന്തുപറ്റി? ശിവ ആകുലതയോടെ ചോദിച്ചു. അവൾ അവനെ നോക്കി വെറുതെ ചിരിച്ചതേയുള്ളൂ. അത് കണ്ടപ്പോൾ അവന് ദേഷ്യമാണ് തോന്നിയത്. എന്താടി വെറുതെ കിണിക്കുന്നത്? നിന്നോടല്ലേ ഞാൻ ചോദിക്കുന്നത് എന്താന്ന്? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. ചുണ്ടു നീറുന്നു, അവൾ പറഞ്ഞുകൊണ്ട് തല താഴ്ത്തി. ശിവയുടെ നെറ്റി ചുളിഞ്ഞു. ചുണ്ട് നീറേ? അതിനിപ്പോൾ എന്താ പറ്റി നിന്റെ ചുണ്ടിന്? അവൻ സംശയത്തോടെ അവളുടെ ചുണ്ടിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് ഇന്നലെ, പിന്നെ ഇന്ന് അത് ഞാൻ ദത്തേട്ടനല്ല ശിവേട്ടൻ, അതെന്നെ കിസ്, അവൾ വിറയലോടെ പറഞ്ഞു. അപ്പോഴാണ് ശിവയും അത് ഓർക്കുന്നത്. ശരിയാണ്, അവളെ കിസ് ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ചുണ്ട് പൊട്ടിയിരുന്നു. അവനൊരു നിമിഷം അവളോട് പാവം തോന്നി. ഒട്ടും കഴിക്കാൻ പറ്റുന്നില്ലേ? അവൻ ഗൗരവത്തോടെയാണ് അത് ചോദിച്ചത്.
കുഴപ്പില്ല, അവൾ പറഞ്ഞുകൊണ്ട് ഭക്ഷണം പതിയെ കഴിക്കാൻ തുടങ്ങി. ചുണ്ടിൻ്റെ അടുത്തെത്തുമ്പോൾ വാ വലുതായി തുറന്ന് ചുണ്ടിൽ തട്ടാതെ ഭക്ഷണം വായിലാക്കുന്ന അവളെ നോക്കിക്കൊണ്ട് അവൾ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു. അവനത് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അവൻ ആസ്വദിച്ച് ആഹാരം കഴിക്കുന്നത് അവളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖം വിടർന്നു. ഇനി വേണോ ശിവേട്ടാ? അവൾ സന്തോഷത്തോടെ ചോദിച്ചു. ശിവ അവളെ മുഖമുയർത്തി നോക്കി. വേണ്ട, മതി, അവൻ പറഞ്ഞു. അല്ല, അപ്പോൾ ശിവേട്ട ഒന്നും കഴിച്ചില്ലായിരുന്നോ? വെറുതെ പറഞ്ഞതാണ് എന്നോട് കഴിച്ചെന്ന് അവൾ സംശയത്തോടെ ചോദിച്ചു. കഴിച്ചിട്ടാ വന്നത്. അവന്മാരൊക്കെ നിർബന്ധിച്ചപ്പോൾ അവൻ അവളെ നോക്കി പറഞ്ഞു. അവൾ മൂളിയതേയുള്ളൂ. ആഹാരം കഴിച്ചു കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് അടുക്കള വൃത്തിയാക്കി അവൾ ചുമരിൽ ചാരി നിന്നു. അവളുടെ കണ്ണുകൾ അപ്പോഴേക്കും നിറയാൻ തുടങ്ങിയിരുന്നു. അച്ഛനെ കാണാൻ തോന്നുന്നു. ആ ശബ്ദം ഒന്ന് കേൾക്കാൻ വല്ലാതെ കൊതി തോന്നുന്നു. അവൾക്ക് സങ്കടം തോന്നി. ഫോണുണ്ടായിട്ടും അത് കൊണ്ടുവരാൻ ദത്തേട്ട സമ്മതിക്കാനായിട്ടാണ്. ആരെയും ഇനിയൊരു ബന്ധം വേണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാലും എൻ്റെ അച്ഛനല്ലേ? അവൾ തേങ്ങിപ്പോയി. പെട്ടെന്ന് മാറിൽ വേദന അനുഭവപ്പെട്ടു. അവൾ പതിയെ കൈകൊണ്ട് അവിടെ തലോടി. വേദനിക്കുന്നു വല്ലാതെ. എന്തെങ്ങനെ വേദനിക്കണേ? എല്ലാവർക്കും ഇങ്ങനെ ആവുമോ കല്യാണം കഴിഞ്ഞുണ്ടാവുക? അവൾ ചിന്തിച്ചു പോയി. വേദനയാൽ അവളുടെ മുഖം ചുളിഞ്ഞു, കണ്ണുകൾ നിറഞ്ഞു. ശ്രീമിത്ര! ശിവ ഹാളിൽ നിന്നും അവളെ വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് വന്നു. അവൻ്റെ ശബ്ദം കേട്ടതും അവൾ പെട്ടെന്ന് കണ്ണുകൾ അമർത്തി തുടച്ചു. അവൻ അടുക്കളയിൽ വന്ന് അവളെ നോക്കി. നീ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ഉറങ്ങുന്നില്ലെന്ന്? അതോ ഇവിടെ തന്നെ ഇരിക്കാൻ പോകുവാണോ? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. അത് ശിവേട്ട, എനിക്ക് അവൾ എന്തോ പറയാൻ തുടങ്ങിയത് പെട്ടെന്ന് നിർത്തി. നിനക്ക്? അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, അവൾ പതർച്ചയോടെ പറഞ്ഞു. പറയടി! അവൻ അവളോട് ദേഷ്യപ്പെട്ടു. മിത്ര ഞെട്ടിപ്പോയി. എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമായിരുന്നു ശിവേട്ട. എനിക്ക് പേടി ഒറ്റയ്ക്ക് പുറത്തു പോവാൻ, അവൾ ചമ്മലോടെ പറഞ്ഞുകൊണ്ട് തല താഴ്ത്തി. അതിന്? അവൻ കൈകെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു. ഒന്ന് വരുമോ? പേടിയായിട്ടാ, അവൾ കെഞ്ചിക്കൊണ്ട് ചോദിച്ചു. അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി പതിയെ തലകുലുക്കി. പുറത്തുള്ള ലൈറ്റ് ഓണാക്കി വാതിൽ തുറന്ന് മുന്നോട്ട് നടന്നു. എന്തൊരു മനുഷ്യനത്! ഞാൻ കരുതി റൂമിലെ ബാത്റൂം യൂസ് ചെയ്തോളാൻ പറയുന്നു. എവിടെന്ന്? അവളൊരു ദീർഘനിശ്വാസം ഇട്ടുകൊണ്ട് അവനൊപ്പം നടന്നു. ഞാനും കൂടി വരണോ? അവൾ ബാത്റൂമിൻ്റെ ഡോർ തുറന്ന് അതിനകത്ത് കയറി ഡോർ അടയ്ക്കാൻ തുടങ്ങിയതും പുറത്തു നിന്നും കുറുമ്പോടെ ശിവ ചോദിച്ചു. മിത്ര വായും തുറന്ന് അവനെ നോക്കി. എന്താടി ഇങ്ങനെ നോക്കുന്നത്? നിനക്ക് പേടിയല്ലേ? അതുകൊണ്ട് പറഞ്ഞതാ. പിന്നെ ഇതൊക്കെ എന്നാലും ഞാൻ കാണില്ലേ? അവൻ കുറുമ്പോട് പറഞ്ഞുകൊണ്ട് മീശ പിരിച്ചു വെച്ചു. മിത്ര പെട്ടെന്ന് വെപ്രാളത്തോടെ ഡോർ അടച്ചു. ശിവയ്ക്ക് ചിരി വന്നുപോയി. അവൻ ചിരി കടിച്ചമർത്തിക്കൊണ്ട് താടിയിൽ വിരൽ കൊണ്ട് തലോടി. ബാത്റൂമിൽ നിന്നും ഇറങ്ങിയ മിത്ര അവനെ നോക്കിയതേയില്ല. അവൻ കുറുമ്പോടെ പക്ഷേ അവളെ തന്നെ നോക്കുന്നുണ്ട്. കഴിഞ്ഞോ? അവൻ കുറുമ്പോടെ ചോദിച്ചു. മിത്ര അവനെ മിഴിച്ചു നോക്കി. കഴിഞ്ഞു, അവൾ പതർച്ചയോടെ അവനെ നോക്കി പറഞ്ഞു. അവനൊന്ന് അമർത്തി മൂളിക്കൊണ്ട് അവളുടെ ശരീരത്തിലൂടെ മൊത്തമായൊന്ന് ഒഴിഞ്ഞു നോക്കി. മിത്രയുടെ ഉടൽ ആ നോട്ടത്തിൽ വിറച്ചുപോയി. അവൻ കണ്ണിറുക്കി അവളെ വശ്യമായി ഒന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു. അവൻ്റെ കണ്ണിലെ ആ ഭാവം കണ്ട് മിത്ര ഉമിനീർ ഇറക്കിക്കൊണ്ട് അവൻ്റെ പുറകെ നടന്നു.